ഒരു ചായ ഇട്ടുവോ? ഞാനേ എന്റെ ഒരു ഫുഡിന്റെ ആരാധകനുമായിട്ട് ചാറ്റിങ്ങില്ല. തളിക്കുളത്തുള്ള ഒരു വിപിനി. വേറൊരു കാര്യണ്ട്, എന്റെ തേങ്ങാ ചമ്മന്തിന്റെ റെസിപ്പിക്ക് ഉണ്ടല്ലോ 140 ലൈക്ക് 50 കമന്റ്. മോളെ റസിയ, ഉപ്പാക്കൊരു ചായ ഉണ്ടായിക്കൊണ്ടോ മോളെ? ഞാൻ വാട്സാപ്പിൽ ഗ്രൂപ്പ് ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇട്ടിട്ട് പോയ ഫ്രണ്ട്സ് ഒക്കെ പിണങ്ങും. ഇതെന്തൊരു കാലാ പഠിച്ചോനെ, ഞമ്മക്കാണ് ഇതൊന്നും മനസ്സിലാവണില്ല. അല്ല വേറൊരുത്തണ്ടല്ലോ ഇവിടെ, ഓനെടെ പോയി? ഓനെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കിയിട്ട് പുലർച്ചെ 3 മണി കഴിഞ്ഞിട്ടാ ഉറങ്ങിയേ. ക്ഷീണിച്ചുറങ്ങ പാവം. മൂസക്കായി, കോഴിക്കോട് ബീച്ചിനടുത്തുണ്ടല്ലോ അലിബായി എന്ന് പറഞ്ഞ ഹോട്ടലില് പൊരിച്ച ഐസ്ക്രീം ഉണ്ട്. ദാ ഈന്റെ അകത്തുണ്ട്, ചിത്രമുണ്ട്. വൈകുന്നേരം വരുമ്പോ വാങ്ങി വരണേ. ഇങ്ങനെയാണെങ്കിലേ ഫേസ്ബുക്ക് പോലെ നിരാശനായിട്ട് MAT മൂസ ആത്മഹത്യ ചെയ്തെന്നുള്ള വാർത്ത വല്ലാണ്ട് വൈകാണ്ട് ഫേസ്ബുക്കിൽ വരൂ. പാത്തു ഒരു ചായ കിട്ടുവോ? മൂസക്കായി, എന്ത് രസാണ് ഈ ഫേസ്ബുക്ക്. ഇതൊരു അനന്ത സാഗര. ഇതിന്റെ തീരത്ത് അത്ഭുതത്തോടു കൂടി നോക്കി നിക്കണ ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ. ദാ ഈല് മുഴുകി കഴിഞ്ഞാണ്ടല്ലോ ഞമ്മക്ക് ചായയും വേണ്ട ഭക്ഷണവും വേണ്ട. നിങ്ങളൊന്ന് പഠിക്ക് ഫേസ്ബുക്ക്. ഞാനും കൂടി പഠിച്ചാലേ ഈ കുടുംബ പട്ടിണിയായി പോവും. നിങ്ങളെല്ലാരും കൂടി ഫേസ്ബുക്ക് സാഗരത്തിൽ ഇങ്ങനെ നീരാടിക്കോളി. ഞാൻ ആ സാഗരത്തിന് കിട്ടുന്ന മീനിനെ വിറ്റിട്ട് വരാം. ദാ ഒരു 1/4 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചായ ഉണ്ടാക്കി തരാം. എനിക്ക് എന്റെ ചായ വേണ്ട. അത് നേരത്തെ തന്നെ ചീറ്റ് ചെയ്തില്ലേ തളിക്കുളത്ത് ഒരു വിപിന്, ഓനങ്ങോട്ട് കൊടുക്ക്. അല്ല പിന്നെ ഓളെ ഒലക്കമ്മലൊരു ഫേസ്ബുക്ക് മണ്ടേ മാണ്ട. അല്ലോ ദാ പിന്നെ കമന്റ് മോളെ 144 ലൈക്കും 18 കമന്റും ഉണ്ട് ചപ്പാത്തിക്ക്. ഇന്ന് വേറൊരു സൈസിലുള്ള ഇടണോ ചീരോ ചപ്പാത്തി. ചീരമോൾ കിട്ടിട്ടില്ല കളിച്ചോ. ഇത് നോക്കി വാട്സാപ്പിൽ എന്റെ ഫ്രണ്ടാ. എന്താണ് മൂസാക്ക, നിങ്ങൾ ചായ കുടിക്കണ്ടല്ലേ വീട്ടിൽ പോന്നത്? അതെങ്ങനെ അറിഞ്ഞി? പാത്തുമ്മന്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു മൂസാക്ക പോയി വിത്തൗട്ട് ചായ. പഠിച്ചോനെ, ഓളത് നാട്ടുകാരെ അറിയിച്ചു. ആ പോസ്റ്റിന് 100 ലൈക്ക് ആയിട്ടുണ്ട്. പോസ്റ്റോ? ആ, നമ്മളെ ജീവിതം തന്നെ പോസ്റ്റായിട്ട് നിക്കാണ് വർമാജി. മീൻ എന്താ ഉള്ളത്? മീന് മത്തിയാ. മത്തി വേണ്ട മൂസാക്ക. എന്നാ പിന്നെ അതും കൂടെ ഫേസ്ബുക്കിൽ ഇട്ടൂടായിരുന്നോ? ഏത് മത്തി മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് മുണ്ടടക്കിന്ന് ഇവിടെ മനുഷ്യൻ പിരാന്തി പിടിച്ച് നിക്കുക. ഒരു റിസ്വാനെ, റസിയ, പാത്തുവോ? പാത്തുവോ? എല്ലാരും കേൾക്കാനാ പറയണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ വീട്ടിൽ വളരെ ഒറ്റപ്പെട്ട കഴിയണ്. ഈ വീട്ടിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാരും എപ്പോഴും ഫേസ്ബുക്കിലാ. കമ്പ്യൂട്ടർ ഇന്റർനെറ്റും ഒക്കെ ഉപ്പ ലോൺ എടുത്തിട്ടാ വാങ്ങിയത്. മക്കൾക്ക് പഠിത്തമൊക്കെ നന്നാവട്ടെ വെച്ചിട്ട്. പക്ഷെ അതിൽ പിന്നെ ആർക്കും ഇവിടെ ഒന്നിനും സമയമില്ല. ഫേസ്ബുക്കും ഇന്റർനെറ്റൊന്നും വേണ്ടെന്നല്ല, ഒക്കെ നമുക്ക് വേണം, ആവശ്യത്തിന് മാത്രം. ഫേസ്ബുക്ക് മൂലം ജീവിതം നഷ്ടമായ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ ദിവസേന പത്രത്തിൽ വായിക്കുന്നില്ലേ? ഈ വീട്ടിൽ തന്നെ ഇപ്പൊ ഞമ്മക്ക് പരസ്പരം ഒന്നും സംസാരിക്കാൻ ഇല്ലാണ്ടായിക്കുന്നു. ഉപ്പക്ക് ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഉപ്പ ഒറ്റപ്പെട്ട പോലെ ആ വീട്ടില്. ഇല്ല മുസക്കായി, സോറി. പെട്ടെന്ന് ഫേസ്ബുക്ക് കണ്ടപ്പോ ആക്രാന്തം വന്നുപോയതാ. ഞമ്മക്ക് ഈ ഉമ്മർത്ത് കുത്തിന്ന് ഇനിയും വർത്താൻ പറയണോ? ശരിയപ്പാ, പറഞ്ഞേ സോറി. ഞങ്ങളുടെ ശ്രദ്ധ കുറവാ, അല്ലെങ്കിൽ അറിവില്ലായ്മ. പലർക്കും ഫേസ്ബുക്കാണ് അവരുടെ എല്ലാം. വീട്ടിലിരുന്നോ തുമ്മുന്നതും മൂത്രയിക്കുന്നതും ഒക്കെ ഈ ഫേസ്ബുക്കിലൂടെ നാട്ടുകാരറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഞമ്മക്കെല്ലാം വേണം, ആവശ്യത്തിന് മാത്രം. നിങ്ങൾക്കൊരു സുലൈമാൻ ഇട്ടേരട്ടെ? ഞങ്ങൾക്കും വേണോ? എല്ലാവർക്കും ഓരോ കട്ടൻ ചായ ഇട്ടിട്ട് കൊണ്ട് വാ. അതും കുടിച്ചിട്ട് ഞമ്മക്ക് ഈ ഉമ്മർത്തിരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം. തൽക്കാലം ഫേസ്ബുക്ക് മറന്നിട്ട്
നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം എന്തേ ആ